ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സീസണിൽ ബെൻഫിക്കക്കെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആകെ 3 മത്സരങ്ങൾ കളിക്കേണ്ടി വന്ന ടീമാണ് റയൽ മാഡ്രിഡ്. ആദ്യ മത്സരത്തിൽ 4-2 പരാജയപ്പെട്ടു. പക്ഷെ അതിനുശേഷം നടന്ന 2 മത്സരങ്ങളിലും ബെൻഫിക്കയെ പരാജയപ്പെടുത്താൻ റയലിന് സാധിച്ചിരുന്നു. അന്ന് ബെൻഫിക്കയുടെ പരിശീലകൻ ഹൊസെ മൊറീഞ്ഞോയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം റയലിന്റെ പരിശീലകനായിക്കൊണ്ട് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് മാർക്ക ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബെൻഫിക്കയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടിയ ആ മത്സരത്തിന്റെ സമയത്ത് തന്നെ റയലിന്റെ ബലഹീനതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഹൊസെ മൊറീഞ്ഞോ തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ടീമിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് സ്ക്വാഡ് അൺബാലൻസ്ഡ് ആണ് എന്നാണ് ഹൊസെ മൊറീഞ്ഞോ ഇപ്പോൾ വിശ്വസിക്കുന്നത്. സ്ക്വാഡിനകത്ത് വേണ്ടത്ര ഒരു ബാലൻസ് ഇല്ല. ചില പൊസിഷനുകളിൽ ഒരുപാട് താരങ്ങൾ ഉണ്ട്, അതേസമയം ചില പൊസിഷനുകളിൽ ക്വാളിറ്റിയും ഡെപ്തും കുറവാണ്. അങ്ങനെയാണ് ഹൊസെ മൊറീഞ്ഞോ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൈനിങ്ങുകൾ ഹൊസെ മൊറീഞ്ഞോ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റയലിന്റെ സ്ക്വാഡിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മൊറീഞ്ഞോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചില പൊസിഷനുകളിൽ താരങ്ങളുടെ ധാരാളിത്തമുണ്ട്, എന്നാൽ ചില പൊസിഷനുകളിൽ വേണ്ടത്ര ആളില്ല, അതല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള താരങ്ങൾ ഇല്ല. അതെല്ലാം പരിഹരിക്കാൻ ഇപ്പോൾ ഹൊസെ മൊറീഞ്ഞോ താല്പര്യപ്പെടുന്നു എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ സൈനിങ്ങുകൾ നടത്താൻ അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല സെന്റർ ബാക്കുമാരെ റയൽ കൊണ്ടുവരും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു റൈറ്റ് ബാക്കിനെ റയൽ കൊണ്ടുവന്നേക്കും. മധ്യനിരയിലേക്ക് ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറെ ഇപ്പോൾ റയലിന് ആവശ്യമുണ്ട്. ഈ പൊസിഷനുകളൊക്കെ ശക്തിപ്പെടുത്തും, പ്രത്യേകിച്ച് ഒരു വിങ്ങറെ കൂടി റയലിന് ആവശ്യമുണ്ട്. ഈ പൊസിഷനുകളൊക്കെ ഹൊസെ മൊറീഞ്ഞോ ശക്തിപ്പെടുത്തും എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.